ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊളസ്ട്രോളിനെ കുറിച്ചാണ്. എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാം, എങ്ങനെ കൊളസ്ട്രോൾ കൂട്ടേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ അതുകൊണ്ട് കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാം, ഏത് കൊളസ്ട്രോളാണ് നല്ലത്, ഏത് കൊളസ്ട്രോളാണ് ചീത്ത, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള വ്യായാമം എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് വീഡിയോയിലുള്ളത്. സോ നിങ്ങളൊരു കൊളസ്ട്രോൾ ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരാതിരിക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് നോക്കിയേക്കുക. ശരിക്കും കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണോ അല്ലയോ? നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് കൊളസ്ട്രോൾ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസങ്ങളിലൊന്നാണ് നമുക്ക് ഉപ്പും കൊളസ്ട്രോളും മോശമാണെന്നുള്ളത്. അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോൾ ഒരുപാട് ഹോർമോൺ റെഗുലേഷൻസിന് ആവശ്യമാണ്, പ്രതിരോധ ശേഷിക്കൊക്കെ ആവശ്യമുള്ള സാധനം തന്നെയാണ് കൊളസ്ട്രോൾ. പക്ഷേ കൊളസ്ട്രോൾ എപ്പോഴാണ് പ്രശ്നമായി വരിക എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലുള്ളപ്പോഴും, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുകയും ചെയ്യുമ്പോഴാണ്. സോ അങ്ങനെയുള്ള സമയത്ത് അത്തരം കൊളസ്ട്രോളുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കണമെന്ന് എന്താണ് നമ്മൾ ഇത്ര ഡിമാൻഡിങ് ആയിട്ട് പറയുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ മറ്റ് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള റിസ്ക് വളരെ വളരെ കൂടും. പ്രത്യേകിച്ചും കാർഡിയോവാസ്കുലർ റിസ്ക് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ ഹാർട്ടും അതുപോലെ രക്തക്കുഴലുകളും തലച്ചോറും സംബന്ധിക്കുന്ന അസുഖങ്ങൾ കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് കൊളസ്ട്രോളാണ്. സോ അതുകൊണ്ട് കൊളസ്ട്രോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് പോവുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എണ്ണ പലഹാരം കഴിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സാധനമല്ല. കൊളസ്ട്രോൾ നമ്മുടെ ശരീരം സിന്തസൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട നല്ല കൊളസ്ട്രോളുകൾ നമ്മുടെ ശരീരം തന്നെ സിന്തസൈസ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലുള്ള കമ്പോണൻസ് കൊണ്ട് തന്നെ നമ്മുടെ ശരീരം കൊളസ്ട്രോൾ സിന്തസൈസ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യമില്ലാത്ത ഫാറ്റും ആവശ്യമില്ലാത്ത കൊളസ്ട്രോളും, നമ്മുടെ നാട്ടിൽ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ഉണ്ടാക്കുന്നത്. സോ അത്തരം സാധനങ്ങൾ വേണം കുറയ്ക്കാൻ. അപ്പോൾ അത് കുറയ്ക്കാൻ, ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് ഒരു 250 മുകളിൽ വന്നു, അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ ഒരു 350 മുകളിൽ വന്നു, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് പോകാം? നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ ശരിക്കും 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, 2 കഴിക്കേണ്ടാത്ത ഭക്ഷണങ്ങൾ, 3 എക്സസൈസും അതിനോടൊപ്പം തന്നെ ഉറക്കവും. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ഭക്ഷണം ഒഴിവാക്കണമെന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുന്നതിനൊരു കുഴപ്പമില്ല, എന്തൊക്കെ ഭക്ഷണം ഒഴിവാക്കുന്നു നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ ഒരു പരിധി വരെ കുറയും. എന്തൊക്കെയാണ് കൊളസ്ട്രോൾ കൂട്ടുന്നത്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത, ഞാൻ ഇപ്പോഴും പറയാം, നമുക്ക് ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമത്തെ കൾപ്രിറ്റ്, അതായത് ഞാനിത് പറഞ്ഞു മടുത്തൊരു കാര്യമാണ്, അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഞാൻ പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം, അതുപോലെ തന്നെ ഈ ബർഗർ, അതുപോലെ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ, അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾ, ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിനകത്ത് എല്ലാം കുഴപ്പം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ട്രാൻസ് ഫാറ്റ് നമ്മൾ എത്രമാത്രം അവോയ്ഡ് ചെയ്യുന്നു അത്രയും നമുക്ക് കൊളസ്ട്രോളിനും നല്ല, നമ്മുടെ ഹാർട്ടിനും നമ്മുടെ ബ്രെയിനും എല്ലാം നല്ലതാണ്. ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് എത്രമാത്രം വലിയൊരു പ്രശ്നമാണെന്ന് വെച്ചാൽ WHO തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ലോക ആരോഗ്യത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ള രീതിയിലാണ്. സോ മേക്ക് ഷുവർ നിങ്ങൾ ട്രാൻസ് ഫാറ്റ് എങ്ങനെയും ഒഴിവാക്കുക. വല്ലപ്പോഴും എന്നല്ല, നിങ്ങൾ പരമാവധി ഈ സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ഇത് കഴിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാൻസ് ഫാറ്റാണ് പിന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഈ പ്ലാക്സ് ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ ആവാൻ ഏറ്റവും സാധ്യത കൂടിയ സാധനം. അത് മാത്രമല്ല, ട്രാൻസ് ഫാറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൺസ് നിങ്ങളുടെ ലിവർ മോശമാകുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഡിക്ലൈൻ ചെയ്യാൻ, താഴോട്ട് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ ട്രാൻസ് ഫാറ്റ് ഫുള്ളായിട്ട് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് പരമാവധി ഒഴിവാക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എണ്ണ ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള വ്യത്യാസമാണ്. എണ്ണ എന്ന് പറയുന്നത് മോശപ്പെട്ടൊരു സാധനമല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, കൊളസ്ട്രോൾ വരുമ്പോഴേ നമ്മൾ വെളിച്ചെണ്ണ കട്ട് ചെയ്യും. വെളിച്ചെണ്ണ അങ്ങനെ ഭയങ്കര മോശമായൊരു സാധനമല്ല, നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രശ്നം. ഇപ്പം നമ്മുടെയൊക്കെ ചില വീടുകളിലെന്ന് പറഞ്ഞാൽ ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണല്ലോ. സോ അതുകൊണ്ട് രാവിലെ വെളിച്ചെണ്ണ പപ്പടം കാച്ചാൻ എടുത്തിട്ട് വൈകുന്നേരം അതേ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ മീൻ വറുത്തെടുക്കും. അങ്ങനെ ചെയ്യരുത്. ഓരോ തവണയും വെളിച്ചെണ്ണ നമ്മൾ വീണ്ടും ഈ റീയൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആ വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് മോശമായിക്കൊണ്ടിരിക്കും. സോ മേക്ക് ഷുവർ നിങ്ങൾ വെളിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല വെളിച്ചെണ്ണകളുണ്ട്, അല്ലെങ്കിൽ ഓയിലുകളുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ഓയിലുകളുണ്ട്, ഫാറ്റുണ്ട്. ഓയിലെന്ന് ഞാൻ അല്ലാതെ
പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഫാറ്റുകളുണ്ട്. അതിനെ നമ്മൾ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റുമാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. സാച്ചുറേറ്റഡ് ഫാറ്റുകൾ മാത്രം നമ്മൾ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് നല്ല ഫാറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഒന്ന് ഫിഷാണ്, രണ്ടാമത്തേതാണ് ഒലിവ് ഓയിൽ, മൂന്നാമത് നമുക്ക് ഈ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സീഡ് ഓയിൽസ് ഉപയോഗിക്കാം. പക്ഷേ സീഡ് ഓയിലുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റിഫൈൻഡ് എന്ന് എഴുതിയ സീഡ് ഓയിലുകൾ ഉപയോഗിക്കുന്നതിന് പകരം കോൾഡ് പ്രസ്ഡ് എന്ന് എഴുതിയിട്ടുള്ള ലേബൽ ചെയ്തിട്ടുള്ള സീഡ് ഓയിലുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നട്ട്സാണ്. ഇപ്പം കുറച്ച് എന്താ പറയുന്ന ബദാം കഴിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നട്ട് കഴിക്കുക. അപ്പോൾ ഇതിനകത്തെല്ലാം മോണോ അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കാണും. ഈ ഫാറ്റ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഈ ഫാറ്റ് കഴിക്കുക. ഈ ഫാറ്റിനകത്തുനിന്ന് നമ്മുടെ ശരീരം സിന്തസൈസ് ചെയ്യുന്ന കൊളസ്ട്രോളിനും വേറെ കുഴപ്പമൊന്നും കാണത്തില്ല. സോ അതുകൊണ്ട് എണ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല. ഏതെണ്ണ ഉപയോഗിക്കുന്നു, എത്രമാത്രം ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അടുത്ത ഒഴിവാക്കേണ്ട സാധനം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കുന്ന ഒഴിവാക്കുക. ഞാനത് എല്ലാ പേഷ്യൻസിനോടും പറയാറുള്ളതാണ്. ഈ മരുന്നെന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യത്തിന് ഡോക്ടറെ കണ്ടിട്ട് മാത്രം കഴിക്കേണ്ട ഒരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കറിയാവുന്നൊരു പേഷ്യൻ്റ് തന്നെ ഉണ്ട്. അവർ സ്വന്തമായിട്ട് മരുന്ന് കഴിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു മെഡിക്കൽ സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നത്. സ്വന്തമായിട്ട് മരുന്ന് കഴിച്ച് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എത്തി അവർക്ക് കിഡ്നി മാറ്റി വെക്കേണ്ടി വന്നു. സോ മേക്ക് ഷുവർ നിങ്ങൾ മരുന്നുകൾ ഏറ്റവും അത്യാവശ്യത്തിന് മാത്രമേ കഴിക്കാവൂ. മരുന്നുകൾ അത്യാവശ്യത്തിന് കഴിക്കുന്ന വഴി നിങ്ങളുടെ ലിവർ ഹെൽത്ത് അടിപൊളിയായിട്ട് വെക്കുക. ലിവർ ഹെൽത്ത് അടിപൊളിയായിട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽസ് നോർമലായിട്ട് നിന്നോളും. സോ മരുന്നുകൾ ആവശ്യത്തിന് മാത്രം ഡോക്ടർ അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുക. പ്രത്യേകിച്ചും പെയിൻ കില്ലർ, പാരസെറ്റാമോൾ പോലത്തെ സാധനങ്ങൾ ഏറ്റവും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. മൂന്നാമത്തെന്ന് പറയുന്നത് നിങ്ങൾ ക്യാൻഡ് ഫുഡ് ഉപയോഗിക്കുന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആ ട്രെൻഡ് തുടങ്ങിയിട്ടില്ല. ഈ ക്യാൻഡ് ആയിട്ടുള്ള ഫുഡ് പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ക്യാൻഡ് ഫുഡിനും ഈ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ അതേ ഹെൽത്ത് റിസ്കുകളുണ്ട്. സോ അത് നമ്മുടെ ലിവറിന് മോശമാണ്. നമ്മുടെ ലിവറിന് എന്ത് മോശമാണോ അത് നമ്മുടെ കൊളസ്ട്രോളിന് മോശമായിരിക്കും. സോ ക്യാൻഡ് ആയിട്ടുള്ള ഫുഡ് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഒഴിവാക്കേണ്ട രണ്ട് സാധനം എന്ന് പറയുന്നത് ഒന്ന് മദ്യപാനവും ഒന്ന് സിഗരറ്റ് വലിയുമാണ്. മദ്യപാനം കൊളസ്ട്രോളിന് എന്തുമാത്രം മോശമാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ട്രൈഗ്ലിസറൈഡ് സംഭാവന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ട്രൈഗ്ലിസറൈഡുകളിൽ ഒന്നെന്ന് പറയുന്നത് മദ്യപാനമാണ്. സോ മേക്ക് ഷുവർ നിങ്ങൾ മദ്യപിക്കാതിരിക്കുക. എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ശരീരത്തിനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാതകങ്ങളിൽ ഒരു സാധനമാണ് മദ്യപിക്കുക എന്ന് പറയുന്നത്. സോ മദ്യപിക്കാതിരിക്കുക പ്ലീസ്. മദ്യപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല. ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് ആ മദ്യം വിൽക്കുന്ന ആൾക്കാർ മാത്രമാണ്. സോ മദ്യപിക്കാതിരിക്കുന്നതിലൂടെ നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് കൂടാതെ നോക്കുക. നിങ്ങളുടെ ലിവറിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ലിവറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ സിഗരറ്റ് വലിയും പരമാവധി ഒഴിവാക്കുക. സിഗരറ്റ് വലി പരമാവധി ഒഴിവാക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് ഇപ്പം ഞാൻ എൻ്റെ ഒക്കെ കൊളസ്ട്രോളിന് ടെസ്റ്റ് ചെയ്യാൻ വരുന്ന എല്ലാവരോടും പറയാറുള്ളതാണ്, നിങ്ങൾ ചുമ്മാ പ്ലെയിൻ ആയിട്ടുള്ള കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാതെ അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടെസ്റ്റാണ് ലൈപ്പോപ്രോട്ടീൻ എയും ലൈപ്പോപ്രോട്ടീൻ ബിയും. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ ക്ലോട്ടിംഗ് റിസ്ക് ഉണ്ടാക്കാവുന്ന കൊളസ്ട്രോൾ മോളിക്യൂൾസിൻ്റെ അളവിനെയാണ് നമ്മൾ ശരിക്കും ബി എന്ന് പറയുക. ഈ ലൈപ്പോപ്രോട്ടീൻ എ എന്തിനാണ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി നമുക്ക് എന്തുമാത്രം ക്ലോട്ടിംഗ് റിസ്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലൈപ്പോപ്രോട്ടീൻ എ ചില ആൾക്കാർക്ക് കൂടുതലായിരിക്കും, നമ്മൾ അറിയത്ത് പോലും ഇല്ല ആരൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ജനറ്റിക്കലി കൊളസ്ട്രോൾ വരാൻ സാധ്യത കൂടുതലാണോ എന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല ഈ ടെസ്റ്റ് ചെയ്യാത്തടത്തോളം. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലോട്ടിംഗ് റിസ്ക് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, അല്ലെങ്കിൽ സിഗരറ്റ് വലി ആരോഗ്യത്തിന് വളരെ 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 ഹാനികരമാണ്. എന്നോട് ചോദിച്ചാൽ മദ്യപാനത്തിനേക്കാളും ഹാനികരമാണ് സിഗരറ്റ് വലി എല്ലാ കമ്പോണൻസും എടുത്ത് നോക്കുമ്പോൾ. സോ അതുകൊണ്ട് എല്ലാവരും സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യാതിരിക്കുക. അത് എല്ലാവരും മദ്യപിക്കാതിരിക്കുക, സിഗരറ്റ് വലിക്കാതിരിക്കുക. ഇത് ഈ കൊളസ്ട്രോളിന് വേണ്ടി മാത്രം പറഞ്ഞാൽ ഓവറോൾ ഹെൽത്തിന് വേണ്ടി നിങ്ങൾ ആരും ദയവ് ചെയ്ത് മദ്യപിക്കരുത്, സിഗരറ്റ് വലിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ആരോഗ്യം ഒരു പരിധി വരെ സേഫ് ആവും. ഇനി കൊളസ്ട്രോൾ കുറയ്ക്കാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം? കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നല്ല കൊളസ്ട്രോൾ കിട്ടാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക. ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും കഴിക്കുക. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം? കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ ഭക്ഷണക്രമം പാലിക്കേണ്ട ആവശ്യമില്ല. ഈ കൊളസ്ട്രോൾ കൂട്ടുന്ന ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. പിന്നെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ലിവറിന് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഗ്രീൻ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക, അതിൻ്റെ കൂടെ യോഗട്ടോ തൈരോ കഴിക്കുക, മീൻ നല്ലതുപോലെ കഴിക്കുക, വല്ലപ്പോഴും ചിക്കൻ കഴിക്കുക, എന്നും ചിക്കൻ കഴിക്കരുത്. മട്ടനും ബീഫും റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കുക. നെയ്യും ഡാൽഡയൊക്കെ വളരെ ലിമിറ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. സോ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ കൊളസ്ട്രോൾ കുറഞ്ഞോളും. ആൻഡ് മൂന്നാമത്തെ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന്
വെച്ചാൽ എക്സസൈസ് ചെയ്തോളുക. എക്സസൈസ് ചെയ്യാതെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. സോ എല്ലാ ദിവസവും മിനിമം ഒരു 20-25 മിനിറ്റെങ്കിലും വർക്കൗട്ട് ചെയ്തോളുക. ദാറ്റ് ഒരു കാർഡിയോ പൾമണറി എക്സസൈസ് ചെയ്യുക. അതായത് എയറോബിക്കായ നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ വികാസത്തിനും നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയും ചെയ്യുന്ന ഒരു എക്സസൈസ് ചെയ്യുക. അതിപ്പോൾ ഓട്ടോ, ചാട്ടോ, സ്കിപ്പിങ്ങോ എന്തുവാവാം. അതിപ്പോൾ മഴക്കാലം ആയാലും ചെയ്യണം, മഴയില്ലെങ്കിലും ചെയ്യണം, കൊടും വെയിലാണെങ്കിലും ചെയ്യണം, തണുപ്പാണെങ്കിലും എല്ലാം നമ്മൾ എക്സസൈസ് ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് എക്സിസ്റ്റൻസിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എക്സസൈസാണ്. സോ എറോബിക് എക്സസൈസ്, കാർഡിയോ പൾമണറി എക്സസൈസ് എല്ലാവരും ചെയ്തിരിക്കുക. അതുവഴി മാത്രമേ നമുക്ക് കൊളസ്ട്രോൾ ബേണിങ്, അതായത് നമ്മുടെ രക്തക്കുഴലിനകത്ത് ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്ന അത്രോസ്ക്ലെറോട്ടിക് പ്ലാക്സ് എന്ന് പറയും, ഈ പ്ലാക്സിൻ്റെ ബേൺ ഔട്ടിന് ഏറ്റവും എളുപ്പം പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങും സ്റ്റെബിലിറ്റി ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ കാർഡിയോവാസ്കുലർ എക്സസൈസും ചെയ്യാമെന്നുള്ളതാണ്. സോ എല്ലാവരും ആശുപത്രി പോകുന്നതിന് പകരം ജിമ്മിൽ പോകുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ഹോം ജിമ്മ് സെറ്റ് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്തോളുക. വർക്കൗട്ട് ചെയ്യുന്നത് വഴി മാത്രമേ നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട് കൊളസ്ട്രോൾ കുറച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്ത് ഈ ടോട്ടൽ കൊളസ്ട്രോളും അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ മാത്രം നോക്കിയിട്ട് എനിക്ക് കൊളസ്ട്രോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അതുപോലെ തന്നെ ഈ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവർ ഇൻ്റർപ്രറ്റ് ചെയ്ത് തരുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, വിശ്വസിക്കുകയും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടുക എന്നതല്ലാതെ തന്നെ വേറെയും കുറേ കാര്യങ്ങൾ ഈ കൊളസ്ട്രോളിൻ്റെ റിസൾട്ടിനകത്ത് അറിയാൻ പറ്റും. കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ടോ, എനിക്ക് വിസറൽ ഫാറ്റാണോ അഥവാ ഈ ലിവറിനകത്തെ കൊളസ്ട്രോൾ ആണോ കൂടുതലോ രക്തക്കുഴലിനകത്തെ കൊളസ്ട്രോൾ ആണോ കൂടുതൽ, അതെല്ലാം നമുക്കതിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഡോക്ടർക്ക് മാത്രമേ ചിലപ്പം ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ അതുകൊണ്ട് ഈ ഒന്നാമത്തെ കാര്യം, ലാബിൽ നിന്ന് അവർ പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെ മനസ്സിലെടുക്കാതിരിക്കുക, ഒരു ഡോക്ടറെ തന്നെ റിസൾട്ട് കാണിക്കുക. 2, നിങ്ങളുടെ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ നോർമലാണെന്ന് കരുതി നിങ്ങൾ കൊളസ്ട്രോൾ നോർമലാണെന്ന് കരുതിയിരിക്കരുത്. കൊളസ്ട്രോൾ നോർമലാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റുകളെന്ന്, ഒന്ന് ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈലാണ്, രണ്ടാമത്തെന്ന് പറയുന്നത് അപ്പോ ബിയും ചെക്ക് ചെയ്യണം, ലൈപ്പോപ്രോട്ടീൻ എയും ചെക്ക് ചെയ്യണം. അതായത് അപ്പോ ലൈപ്പോപ്രോട്ടീൻ ബിയും ലൈപ്പോപ്രോട്ടീൻ എയും ടെസ്റ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എപ്പോഴും ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ LFTയും ചെക്ക് ചെയ്യുക. എന്ന് കരുതി എല്ലാ മാസവും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും, അതായത് വർഷത്തിൽ 2 തവണയെങ്കിലും ഇത് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ECG എടുത്തോളുക. കാരണം ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. സോ മേക്ക് ഷുവർ നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ കൊളസ്ട്രോൾ ലെവൽസ് എപ്പോഴും നോർമലാക്കി വെക്കുക. കുറയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞു, നോർമലാക്കി വെക്കുക. നോർമലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസയും ഒരുപാട് സമയവും ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ലാഭിക്കാൻ പറ്റും. സോ ദയവേത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫ് അടിപൊളിയാക്കുക. ഒരുപാട് ഡോക്ടർമാരെ കാണാതിരിക്കുക, ഒരുപാട് ആശുപത്രികളിൽ പോവാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. ഇതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും എന്തെങ്കിലും ഇതുപോലത്തെ ഡൗട്ട്സോ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അതോടൊന്ന് മെൻഷൻ ചെയ്തേക്കുക. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ.